ഹായ് ഡേസ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നത് നോർമൽ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റിലേ തന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. അപ്പം ഈ ഒരു മോഡലാണ് കേട്ടോ നോർമൽ പാൻറ്റ് വരുന്നത്. അപ്പം മോഡലൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിലെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് റഫായിട്ട് എഴുതി കാണിച്ചു തരാം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനതിന് ഫുൾ ലെങ്ത് ആണ് കേട്ടോ ഫസ്റ്റ് എഴുതുന്നത്. അപ്പോൾ എനിക്ക് ഫുൾ ലെങ്ത് വേണ്ടുന്നത് 39 ഇഞ്ചാണ് കേട്ടോ. 39 ആണ് എനിക്ക് ഫുൾ ലെങ്ത് വേണ്ടുന്നത്. അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ട് വേണം. വേസ്റ്റ് റൗണ്ട് എനിക്ക് 47 കേട്ടോ വേണ്ടുന്നത്. ഇനി ഈ രണ്ടളവ് മാത്രം മതി കേട്ടോ. ഈ രണ്ടളവ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സീറ്റ് ലെങ്ത് ആണ് SL എന്ന് കൊടുത്തേക്കുന്നത്, BR എന്ന് കൊടുത്തേക്കുന്നത് ബോട്ടം റൗണ്ട് ആണ് കേട്ടോ. അപ്പൊ ഈ രണ്ടളവ് നമുക്ക് ഫുൾ ലെങ്ത്തും വേസ്റ്റ് റൗണ്ട് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നോക്കിയാലോ എങ്ങനെയാന്ന്. സീറ്റ് ലെങ്ത് കണ്ടില്ലേ, സീറ്റ് ലെങ്ത് ഞാൻ കണ്ടുപിടിക്കുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 3 ചെയ്താൽ 3 ചെയ്യുമ്പോൾ നമുക്ക് സീറ്റ് ലെങ്ത് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബോട്ടം റൗണ്ട് നമുക്ക് 7 ഇഞ്ചാണ് കേട്ടോ. ഒരു മാക്സിമം 7 ഇഞ്ചാണ് നമ്മൾ എല്ലാത്തിനും കൊടുക്കുന്നത്. ടോട്ടൽ അപ്പോൾ 14 ഇഞ്ച് വരും കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നമ്മൾ 4ആയിട്ട് തുണി മടക്കിയിടുമ്പോൾ ഒരു സൈഡാണ് നമ്മൾ 7 ഇഞ്ച് കൊടുക്കുന്നത്. ടോട്ടലി 14 ഇഞ്ചായിരിക്കും കേട്ടോ വരുന്നത് ബോട്ടം റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കോമൺ മെഷർമെന്റ് ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് സീറ്റ് ലെങ്ത് ഉണ്ടല്ലോ, നമുക്കിത് 47 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ 15.6 കിട്ടും. അതിനോട് നമുക്ക് 1 ഇഞ്ച് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കൂട്ടണം. നമുക്ക് തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടം വരെയാണ് കേട്ടോ. നമ്മുടെ പാൻറ്റിന്റെ സെൻട്രൽ ലൈനാണ്. നമുക്ക് മുകളിൽ നിന്ന് താഴെ വരെയുള്ളത് ലൈനിന് നമ്മൾ സീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പാൻറ്റ് ഇപ്പോൾ രണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ഇവിടെ മുതൽ ഇവിടം വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. തുണി 4ആയിട്ട് മടക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു പോർഷനാണ് കേട്ടോ. അതിനുശേഷമാണ് മുകളിലോട്ടുള്ള പടി നമ്മൾ കട്ട് ചെയ്തെടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. ഫസ്റ്റിൽ നമുക്ക് പടിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 6.5 ആണ് കേട്ടോ. അതിനോട് നമുക്ക് 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. അതൊരു കോമൺ അളവാണ്. നമുക്ക് അത്ര തന്നെയാണ് നമ്മൾ സാധാരണ എടുക്കുന്ന 6.5 ആണ് കേട്ടോ പടിക്ക് ലെങ്ത് എടുക്കുന്നത്. ഇനി പടിയുടെ വീതി എന്ന് പറയുന്നത് ഈ 47 നമുക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത്. 47 ഒരു 10 ഇഞ്ച് കൂട്ടുക കേട്ടോ. 10 ഇഞ്ച് ഏറ്റവും മാക്സിമം ആണ്. ഏറ്റവും ഭയങ്കര വണ്ണമുള്ളവർക്കാണ് 10 ഇഞ്ച് കൂട്ടുന്നത്. ഞാനിപ്പോൾ 10 ഇഞ്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. മാക്സിമം നമുക്ക് 5 ഇഞ്ച് മുതൽ വേസ്റ്റ് റൗണ്ടിനോട് 5 ഇഞ്ച് മുതൽ 10 ഇഞ്ച് ഇതിനകത്ത് എത്ര ആണെങ്കിലും എടുക്കാം കേട്ടോ. ഏറ്റവും കനം കുറവുള്ളവർക്ക് 5 ഇഞ്ച് എടുക്കാം. പിന്നെ എത്തി കൂടുതലുള്ളവർക്ക് 7 ഇഞ്ച് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. കനം കൂടിയും കുറഞ്ഞ ഏറ്റവും കുറവുള്ളവർക്ക് 5 ഇഞ്ച് തൊട്ട് 10 ഇഞ്ച് വരെ എടുക്കാം കേട്ടോ. അങ്ങനെ കൂട്ടിയെടുക്കുക. കൂട്ടിയിട്ട് എനിക്ക് 57 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 ഇഞ്ച് കൂടെ നമുക്ക് കൂട്ടി കൊടുക്കാം. 1 2 കൂട്ടാം കേട്ടോ. ഇതിനുശേഷം നമുക്ക് ഇതേ താഴത്തെ പാർട്ടിന്റെ നമുക്ക് നീ ലെങ്ത് ഒന്ന് നോക്കാം കേട്ടോ. അപ്പം 6.5 നമ്മൾ പഠിക്ക് വേണ്ടി എടുത്തല്ലോ. അപ്പോൾ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 39 ആണ്. 39 നമ്മൾ 6.5 അങ്ങ് കുറയ്ക്കുക. പടിയുടെ ലെങ്ത് കുറയ്ക്കുക. അപ്പോൾ എനിക്ക് 32.5 കിട്ടും. അതിൻ്റെ കൂടെ നമുക്കൊരു 2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഇഞ്ച് എടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ 2 പാർട്ടും നമ്മൾ ജോയിൻ ചെയ്യണം. പടിയും അതുപോലെ തന്നെ നമ്മൾ താഴത്തെ പാർട്ടും കൂടെ ജോയിൻ ചെയ്യാൻ 1 ഇഞ്ച് പോകും. പിന്നെ നമുക്ക് താഴെ ബോട്ടം റൗണ്ട് 1.5 ഇഞ്ചിൽ നമുക്ക് മടക്കി അടിക്കാനുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ 2 ഇഞ്ച് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ വീതി ഒന്ന് നോക്കാം കേട്ടോ. താഴത്തെ പാർട്ടിന്റെ വീതി ഒന്ന് നോക്കാം. എന്താ കണ്ടില്ലേ, വീതി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം അതിന്റെ അളവും കാര്യങ്ങളും വരെ നമുക്ക് നോക്കാം. അതും ഇതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ടിനോട് നമ്മൾ 10 ഇഞ്ച് കൂട്ടുക. 10 ഇഞ്ച് ഞാൻ നിമ്മയിൽ പറഞ്ഞൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇതേ 57 കിട്ടും. 10 ഇഞ്ച് കൂട്ടുമ്പോൾ 57 ഇട്ട് അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ തുണി 4ആയിട്ടല്ലേ മടക്കി ഇടുന്നത്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് അതിനോട് ഒരു 1.5 ഇഞ്ച് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തയ്യൽ തുമ്പിനാണ് നമ്മൾ 1.5 ഇഞ്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി താഴെ ഒന്നുകൂടെ എഴുതി തരാം. വേസ്റ്റ് റൗണ്ട് പ്ലസ് 10. വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ കൂടെ 10 ഇഞ്ച് കൂട്ടുക. 5 ഇഞ്ച് മുതൽ 10 ഇഞ്ച് വരെ കൂട്ടുക കേട്ടോ. കൂട്ടുക. അതിൻ്റെ കൂടെ നമുക്ക് 47 ആണ്. നമുക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് 47ൻ്റെ കൂടെ 10 ഇഞ്ച് കൂട്ടുക. നമുക്ക് 57 ഇട്ട് 57 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിനോട് ഒരു 1.5 ഇഞ്ച് നമ്മൾ എന്താ പറയുക തയ്യൽ തുമ്പായിട്ടൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന അളവും കാര്യങ്ങളും. അപ്പോഴത്തേക്കും ഞാനിവിടെ ഒരു അളവിടാൻ മറന്നു കേട്ടോ. നമ്മൾ വേസ്റ്റ് റൗണ്ട് ഇതിൻ്റെ വീതി എടുക്കുമ്പോൾ നമുക്കൊരു 5 ഇഞ്ച് കൂടെ കൂട്ടാണ്ട് കേട്ടോ. പ്ലീറ്റ് ഇടേണ്ടത് 2 സൈഡിലും പ്ലീറ്റ് ഉണ്ട്. അപ്പോൾ ആ കരിഞ്ഞ് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഞാനത് കറക്റ്റ് പറഞ്ഞു തരാം. ഇനി നമുക്ക് ബോട്ടം റൗണ്ടിൻ്റെ വീതി എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. ഞാൻ പറഞ്ഞല്ലോ 7 ഇഞ്ചാണ്. ടോട്ടൽ 14 ഇഞ്ചാണ്. അപ്പോൾ ഒരു സൈഡിൽ മാർക്ക് ചെയ്യും നമ്മൾ 7 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ബോട്ടം റൗണ്ടിൻ്റെ കേസിൽ ഇതേണക്ക് തന്നെയാണ്. ഏറ്റവും കനം കുറഞ്ഞവർക്ക് നമുക്ക് 6 ഇഞ്ച് കൊടുക്കാം കേട്ടോ. 6 ഇഞ്ച് മുതൽ 7 ഇഞ്ച് വരെയാണ്. ഏറ്റവും നല്ല കനമുള്ളവർക്കാണ് 7 ഇഞ്ച്. അത്യാവശ്യം കനമുള്ളവർക്ക് അത് ഭയങ്കര കനം കുറവും അല്ല ഒന്നും അല്ലാത്തവർക്ക് നമുക്ക് 6 കൊടുക്കാം കേട്ടോ. അപ്പോൾ 6 തൊട്ട് 7 ഇഞ്ച് വരെ നമുക്ക് ബോട്ടം റൗണ്ടും കൊടുക്കാം. ഇനി നമുക്ക് സീറ്റ് ലെങ്തിന്റെ അളവും കൂടെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ ഞാൻ. അപ്പൊ നമുക്ക് മുകളിൽ വരുന്ന സീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ നമുക്ക് 15.6 അല്ലേ കിട്ടും. ഞാനതൊരു 15.5 15.5 എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് 6.5 ഒന്ന് കുറയ്ക്കാം കേട്ടോ. മുകളിൽ 6.5 കാരണം ആ ഒരു അളവ് തന്നെ മുകളിൽ വരും കേട്ടോ. നമ്മൾ ആ പടിയിൽ അവിടെ 6.5 അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ ഒന്ന് കൂട്ടിക്കൊടുത്ത് തന്നെ നമുക്ക് സീറ്റ് ലെങ്ത് വരും.
താഴോട്ടുള്ള നമുക്ക് 9 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 15.5 6.5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ അവിടെ നിന്ന് കൂട്ടി കൊടുക്കും കേട്ടോ, തയ്യൽ തുമ്പിന് വേണ്ടി കൂട്ടി കൊടുക്കും. മുകളിൽ നമ്മൾ 6.5 2 ഇഞ്ച് കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേ അളവ് തുണിയിൽ ആദ്യം മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നല്ല വശം എന്ന് പറയുന്നത്. റോങ് സൈഡിൽ പ്രിന്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമുക്കത് വീതിക്ക് തന്നെ രണ്ടായിട്ട് ആദ്യമേ മടക്കി എടുക്കാം. അപ്പം ഞാൻ ഫുൾ ലെങ്ത്തിൽ ആദ്യമേ വീതിക്ക് ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. വീതിക്ക് രണ്ടായിട്ട് തന്നെ ഇതുപോലെ കറക്റ്റ് ഒന്ന് മടക്കി എടുക്കാം. നമ്മൾ നോർമൽ പാൻറ്റിൻ്റെ കട്ടിങ് ഇതുപോലെയാണ് കേട്ടോ നമ്മൾ മടക്കി എടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇതെനിക്ക് ഫുള്ളൊന്ന് മടക്കി എടുക്കാം. അപ്പോൾ ഇതെനിക്ക് ഒരു ചുരിദാർ പീസിനോടെ കിട്ടിയതാണ് കേട്ടോ. സെറ്റായിട്ട് കിട്ടുമല്ലോ, പാൻറ്റിൻ്റെ തുണിയും ടോപ്പിൻ്റെ തുണിയും അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് നമുക്ക് സെൻറ്റർ വെച്ച് വീണ്ടും തന്നെ 4 ആക്കാം കേട്ടോ. ഒന്നും കൂടെ ഒന്ന് മടക്കാം, അതായത് നീളത്തിന് ഒന്നും കൂടി ഒന്ന് മടക്കി എടുക്കാം. ആദ്യം വീതിക്ക് രണ്ടായിട്ട് മടക്കാം, പിന്നെ നീളത്തിനോട് മടക്കി എടുക്കാം കേട്ടോ, 2 ആക്കി. ഇപ്പോൾ 4 ആക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, എൻ്റെ സൈഡ് ഇപ്പോൾ 2 പീസ് ഇട്ടിട്ടുണ്ട്, 2 ഫോൾഡറാണ്. മുകളിൽ ഫുള്ളും ഫോൾഡറാണ്. പിന്നെ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഫുള്ളും ഓപ്പൺ ആണ് കേട്ടോ. 4 പീസും ഓപ്പൺ ആയിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമുക്കിതേ ഫസ്റ്റിലെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് 39 ഫുൾ ലെങ്ത്. അതിൽ നിന്ന് 6.5 പടിയുടെ ലെങ്ത് ആണ് കേട്ടോ, 6.5. 6.5 മൈനസ് ചെയ്യുമ്പോൾ 32.5 കിട്ടും. കണ്ടോ, അതിൻ്റെ കൂടെ നമുക്കൊരു 2 ഇഞ്ച് കൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം. 2 ഇഞ്ച് കൂടെ നമുക്ക് വേണമല്ലോ, അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ലെങ്ത് ഒന്ന് ഫസ്റ്റിലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 32.5 കൂടെ നമ്മൾ 2 ഇഞ്ച് കൂട്ടും, 34.5 കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അത് കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ വിട്ടാണ് കേട്ടോ 57 ഡിവൈഡ് മനസ്സിലല്ല, 47 നമുക്ക് വീതം വേസ്റ്റ് റൗണ്ട് വരുന്ന. 47 10 ഇഞ്ച് കൂട്ടും 57, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 14.2 കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെ ഇതാണ് ഞാൻ പറയാൻ വിട്ടു കേട്ടോ, 5 ഇഞ്ച് കൂടെ കൂട്ടുക. നമുക്ക് പ്ലീറ്റ് ഇടണമല്ലോ, 5 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് ആയിട്ടും കൂടെ ഇടാം തയ്യൽ തുമ്പായിട്ട്. അപ്പോൾ ഞാനിവിടെ 14.2 ഒരു 4 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് ഞാൻ എടുക്കുന്നില്ല, 14 മാത്രം എടുക്കുന്നു. 14 നമ്മൾ 5 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 19 ഇഞ്ച് വരും. 19 കൂടെ 1.5 ഇഞ്ചും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാനൊരു 5 ഇഞ്ച് ഞാൻ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയി, കാരണം നമുക്ക് പ്ലീറ്റ് ഇടണമല്ലോ. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് എടുത്ത പാട് ഞാൻ ആലോചിച്ചു, പ്ലീറ്റ് ഇടുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ എന്നുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ പ്ലീറ്റോട് ചേർത്ത് 5 ഇഞ്ചോട് ചേർത്ത് 19 ഇഞ്ചും അതുപോലെ തന്നെ 1.5 ഇഞ്ച് ലൂസും കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് താഴത്തേക്ക് 9 ഇഞ്ച്, നമ്മൾ സീറ്റ് ലെങ്ത് 9 ആണല്ലോ ഇവിടുത്തെ കണ്ടുപിടിച്ചിട്ടുള്ളത്. 6 പടിയല്ല നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 9 ഇഞ്ച്, അതിൻ്റെ അടുത്ത് 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പോട് ആഡ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. എന്നിട്ട് താഴെ നമുക്കിനി ബോർഡർ റൗണ്ട് ആണ് കേട്ടോ. 7 ഇഞ്ച് ഫസ്റ്റിലെ മാർക്ക് ചെയ്തു, 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഞാനൊരു 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് എടുത്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവിടെയും കൂടെ ഒന്ന് മാർക്ക്, നമ്മൾ 1.5 ഇഞ്ചിലല്ലേ ബോർഡർ റൗണ്ട് മടക്കി അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെയും സെയിം അളവുകൾ 7 ഇഞ്ചും 1.5 ഇഞ്ച് സീം അലവൻസും ആയിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചരിച്ച് കൊടുക്കാം കേട്ടോ. സീം അലവൻസിൻ്റെ തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്നാണ് ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യേണ്ടത്, സ്ട്രെയിറ്റ് ഞാൻ കൊടുക്കത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ മടക്കി ഇടുമ്പോൾ നമ്മൾ ഇറക്കത്തിൽ വേരിയേഷൻ വരും, പാൻറ്റിൻ്റെ ഇറക്കം കയറി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇറക്കുമ്പോൾ. അതുകൊണ്ടാണ് അങ്ങനെ ചരിച്ച് കൊടുത്തിട്ട് നമുക്കിതേ ഈ 2 പോയിന്റ് നമ്മൾ സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്തില്ല, ആ പോയിന്റും നമ്മൾ ബോട്ടം റൗണ്ട് മാർക്ക് ചെയ്തല്ലോ ആ പോയിന്റും കൂടെ നമുക്കിതേ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പുണ്ടല്ലോ അതും കൂടെ ജസ്റ്റ് മുകളിൽ നിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് വന്നിട്ട് അതും കൂടെ മാർക്ക് ചെയ്ത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് 1.5 ഇഞ്ച് ഇട്ടുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ വന്നിട്ട് നമ്മളിപ്പോൾ മടക്കി അടിക്കുമ്പോൾ ഇതുപോലെ വയ്ക്കുമ്പോൾ നമുക്ക് മുകളിലത്തെ ലെങ്ത്തിൽ മാറ്റമൊന്നും വരത്തില്ല. അല്ലെങ്കിൽ നമ്മളെ ബോട്ടറിനോട് ഏതെങ്കിലും ഒരു സൈഡ് വലിയും, മുകളിലത്തെ ഭാഗം കൊണ്ട് വലിഞ്ഞ് കയറാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ള് ഞാൻ മാർക്ക് ചെയ്ത ആളെ തന്നെ എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഫ്രണ്ടും 2 പീസില്ലേ കാലിന്, 2 കാല് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി മുകളിലത്തെ ഭാഗം കൂടി നമുക്കൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് പാൻറ്റിൻ്റെ 2 കാലും കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പടി കട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളെ ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ പടിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 6.5 ആണല്ലോ. 6.5 നമുക്ക് 2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുക. അപ്പോൾ 8.5 കിട്ടും കേട്ടോ. 8.5 ഇഞ്ച് കിട്ടും. അത് ഞാൻ ഫസ്റ്റ് ഇതേ മാർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ 47 10 57 കിട്ടും. 57 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1 ഇഞ്ച് കൂടെ ഞാൻ 2 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ലാസ്റ്റ് നമുക്കിത് കട്ട് ചെയ്ത് കളയാൻ തുണി തികയാതെ വരരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഫസ്റ്റിൽ 14 ഇഞ്ച് 57 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14.2 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. ഒരു 4 ഇഞ്ച് വ്യത്യാസമുണ്ട്, ഞാനത് എടുക്കുന്നില്ല. എന്നിട്ട് 2 ഇഞ്ച് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പടി കെട്ടിയതിന് നമ്മൾ 4 ആയിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ. എൻ്റെ പീസ് 2 പീസ് ഫോൾഡഡ് പീസ് ഉണ്ട് കണ്ടോ.
നമ്മൾ അതേ സെയിം ബാലൻസ് വന്ന താഴത്തുള്ള പീസാണ് കേട്ടോ. ബാക്കി നമ്മൾ പാൻറ് കട്ട് ചെയ്തിട്ടുള്ള ബാക്കി ആദ്യത്തെ പീസ് കട്ട് ചെയ്യേണ്ട ബാക്കി. എന്നിട്ട് ദേ അവിടെ നിന്ന് താഴത്തേക്ക് ഞാൻ ദേ ആ ഒരു ലെങ്ത് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 6.5 2 ഇഞ്ച് കൂട്ടി 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇത് അതൊന്ന് സ്ക്വയർ ആക്കി മടക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റിലെ ഇവിടെ ദേ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത പാർട്ട് എടുത്തിട്ടുണ്ട്. 2 കാല് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശവും നല്ല വശം, ഇത് പ്രിൻ്റ് ഉള്ളതാണ് നല്ല വശം. അപ്പോൾ നല്ല വശം രണ്ടും കൂടെ ചേർത്തിട്ടിട്ട് നമുക്ക് നമ്മൾ സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, നമുക്ക് ഫസ്റ്റിലെ സീറ്റ് ലെങ്ത് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ 1.5 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നമുക്കിത് ഇതുപോലൊന്ന് നമുക്കിവിടെ നിന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് സ്റ്റിച്ചിട്ട് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് പിടിച്ചിട്ട് ദേ നമുക്ക് ഇങ്ങനെ അങ്ങ് എടുക്കാം കേട്ടോ. സെൻറ്ററിൽ നിന്ന് പിടിച്ച് നിവർത്തുമ്പോൾ ദേ ആ സീറ്റ് ലെങ്ത് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ പാൻറ്റിൻ്റെ സെൻറ്ററിൽ വന്നതുപോലെ ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ പാൻറ്റിൻ്റെ കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ. 2 കാലും 2 സൈഡിലോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ സീലിംഗ് നമ്മൾ രണ്ടായിട്ട് അടിച്ചു കൊടുത്തല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെപ്പോഴും പതിച്ചടിക്കുമ്പോൾ തുണി ഇങ്ങനെ ജസ്റ്റ് ഇട്ട് നോക്കുക. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊങ്ങി നിൽക്കും. ആ തുണിയുടെ അടിയിലായിരിക്കണം നമ്മുടെ തയ്യൽ തുമ്പ് വരേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡ് ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിത് ബോട്ടം റൗണ്ട് ഒന്ന് ഫിനിഷ് ചെയ്യാം. ബോട്ടം റൗണ്ട് എടുത്തിട്ടുണ്ട് കണ്ടോ അടിഭാഗം. അപ്പോൾ ഞാനൊന്ന് നിവർത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ റോങ് സൈഡായിട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേ ഞാനിവിടെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് ബോട്ടം റൗണ്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ഞാൻ 1 ഇഞ്ചാണ് കേട്ടോ ക്യാൻവാസിൻ്റെ വീതി എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ലെങ്ത് എടുത്തിട്ടുള്ള 14 ഇഞ്ചാണ് കേട്ടോ. നമ്മൾ ഒരു സൈഡ് 7 ഇഞ്ചല്ലേ, തയ്യൽ തുമ്പ് കൂട്ടാണ്ട് 7 ഇഞ്ചല്ലേ മാർക്ക് ചെയ്ത്. അപ്പം 2 7 7 14 ഇഞ്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് താത്തി വെച്ച് കൊടുക്കുക ആദ്യം. എന്നിട്ട് നമുക്ക് 1/2 ഇഞ്ച് ഈ ക്യാൻവാസിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഫസ്റ്റിലെ. അപ്പോൾ നമ്മൾ നെക്കൊക്കെ അടിച്ച് മറക്കി എടുക്കുമ്പോൾ സാധാ ക്യാൻവാസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടം റൗണ്ട് ഫിനിഷ് ചെയ്യാൻ കുറച്ചുകൂടെ കട്ടിയുള്ളത് കിട്ടും, പക്ഷെ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇത് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല വശത്തോടല്ല റോങ് സൈഡിലോട്ട്, നല്ല വശത്ത് റോങ് സൈഡിലോട്ട് ഇതുപോലെ മടക്കി വെക്കുക കേട്ടോ. 1 ഇഞ്ച് മടക്കി വെക്കുക. എന്നിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 1.5 ഇഞ്ച് ആയാലും ആദ്യം 1/2 ഇഞ്ച് മടക്കി പിന്നെ 1 ഇഞ്ചോടെ മടക്കിയപ്പോൾ 1.5 ഇഞ്ച് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ 1-2 സ്റ്റിച്ചോട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് കണക്ക് തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ. സാധാ ക്യാൻവാസ് മതി കേട്ടോ, നമുക്ക് കയ്യിൽ അതില്ലെങ്കിൽ സാധാ മതി. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ഇതുപോലെ നമുക്ക് നിപ്പോടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നമ്മൾ ചരിച്ച് വെട്ടിയെടുത്തോണ്ടാണ് കേട്ടോ ആ ഒരു വ്യത്യാസം വന്നത്. ഇനി നമുക്കിതേ ബോട്ടം 7 ഇഞ്ചല്ലേ നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതേ ഇതുപോലെ മുകളിലോട്ടൊന്ന് കെട്ടിട്ട് നിർത്തുക കേട്ടോ. ഫസ്റ്റിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ കെട്ടിടണം കേട്ടോ, എപ്പോഴും കെട്ടിട്ട് വേണം നിർത്താനായിട്ട്. എന്നിട്ട് തുണി രണ്ടും ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇങ്ങനെ സൈഡിൽ കൂടെയാണ് കേട്ടോ വരേണ്ടത്. അപ്പോൾ അത് സീറ്റ് ലെങ്ത് കണ്ടോ, നമ്മളെ സീറ്റ് ലെങ്തിൻ്റെ അവിടെ ഞാൻ ജസ്റ്റ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി മുട്ടുപിന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കത് ഇതുവഴി ഇപ്പുറത്തെ ബോട്ടം റൗണ്ട് നമ്മൾ ഇപ്പുറത്തെ കാലിൻ്റെ അറ്റം വരെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം 7 ഇഞ്ച് മാർക്ക് അവിടെ നിന്ന് തുടങ്ങുമ്പോൾ ഇത്തിരി തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. മുകളിലോട്ട് വരുമ്പോൾ വീതി കുറച്ച് കൊണ്ടുവരണം. നമ്മൾ സീറ്റിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് അത്ര വലിയ വീതി ഉണ്ട് കേട്ടോ, ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് കേട്ടോ, അതിൽ കൂടാൻ പാടില്ല, അത്രയും നിൽക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ സീറ്റ് ലെങ്തിൻ്റെ അവിടെ വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ബലം കിട്ടാൻ വേണ്ടി ഈ ഒരു നമ്മുടെ തയ്യൽ തുമ്പുണ്ടല്ലോ ഇങ്ങനെ രണ്ടാക്കി ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ സ്റ്റിച്ചിട്ട് നല്ല ബലം കിട്ടും. നമ്മൾ സീറ്റ് ലെങ്തിൻ്റെ അവിടെ ഒട്ടുമിക്ക പേർക്കും അവിടെയാണ് ഫസ്റ്റിലെ തയ്യൽ വിടുന്നത്. അപ്പോൾ അത് വരാതിരിക്കാനാണ് കേട്ടോ. നമ്മുടെ തയ്യൽ കുറച്ച് ഞാൻ ഒരു 3/4 ഇഞ്ചാണ് കേട്ടോ മാക്സിമം അത്ര എടുത്തിട്ടുള്ളൂ. അത് തന്നെ വേണ്ടത് 1/2 ഇഞ്ചായാലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ കറക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് വരുമ്പോൾ വീതി കൂടി കൊണ്ടുവരാം കേട്ടോ. കൂടി കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് ബോട്ടം റൗണ്ടിൻ്റെ അവിടെ നമുക്ക് 7 ഇഞ്ചൊക്കെ ഉണ്ടോ എന്നൊന്ന് മാർക്ക് ചെയ്യുക. ഒന്നും കൂടി ഒന്ന് 7 ഇഞ്ചാണോ എന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ വ്യത്യാസമുണ്ട്, ഞാൻ നോക്കിയപ്പോൾ 7 ഇഞ്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതേ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ചരിച്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതുവഴി തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് വേണം നിർത്താനായിട്ട്. നിർത്തുമ്പോഴും കെട്ടിടണം കേട്ടോ. എന്നിട്ട് 2 സ്റ്റിച്ച് ഒന്നും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതേ കണ്ടോ, എനിക്കിത് ഇതുപോലെ കറക്റ്റ് ഇപ്പോൾ റൗണ്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ 2 കാലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം റോങ് സൈഡല്ലേ എടുക്കുന്നത്, ഇനി നമുക്ക് നല്ല വശം എടുത്തിടാം. നല്ല വശം എടുത്തിട്ട് കണ്ടോ, അപ്പോൾ എനിക്ക് ഇതുപോലെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ആക്കി ഇട്ടിട്ടുണ്ട് കണ്ടോ. നമ്മൾ സീറ്റ് ലെങ്തിൻ്റെ അവിടെ വെച്ച് 2 കാലം വെച്ച് 2 ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിനി പ്ലീറ്റ് ഇട്ട് കൊടുക്കണ്ടേ. അപ്പം ഞാൻ സൈഡിലാണ് കേട്ടോ പ്ലീറ്റ് ഇടുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്ററിലും ഇടാം. അപ്പം ഇവിടെ ഞാൻ 14 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യുന്നത്. 14 എങ്ങനെ വന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, വേസ്റ്റ് റൗണ്ടിലൂടെ 10 ഇഞ്ച് കൂട്ടി നമുക്ക് 57 വന്നു. 57 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14.2 ഇഞ്ച്, ആ 4 ഇഞ്ച് മാറ്റിയിട്ടുള്ള 14 ഇഞ്ച് കേട്ടോ. അപ്പോൾ 14 ഇഞ്ച് ഇതുപോലെ 2 പീസിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതേ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇനി ഈ ഒരു ഇത്രയും ഭാഗമാണ് നമുക്കൊന്ന് പ്ലീറ്റ് ഇട്ട് ഒതുക്കി 14 ഇഞ്ചാക്കി എടുക്കണം കണ്ടോ.
നമ്മളൊന്ന് നിവർത്തി ആ 2 പീസ് നിവർത്തിയപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. നമുക്ക് ഇതൊന്ന് പ്ലീറ്റ് ഇട്ടെടുക്കാം. ഞാൻ ഇപ്പോൾ ഈ പ്ലീറ്റ് എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ പ്ലീറ്റ് ഇടുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചില്ല, സെപ്പറേറ്റ് കഴിഞ്ഞ വീഡിയോ നമ്മൾ എങ്ങനെയാണ് നൈഫ് പ്ലീറ്റ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ രണ്ടും ഒരേ സൈഡിലോട്ട് നോക്കിയിരിക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ പ്ലീറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പുറവും ഇപ്പുറവും ഒരു ഫേസ് ടു ഫേസ് ഇരിക്കുന്ന രീതിയിൽ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അന്ന് അളന്ന് നോക്കിയപ്പോൾ എനിക്കൊരു 1.5 ഇഞ്ചും കൂടെ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറവും ഇപ്പുറം നമുക്കൊരു ഓരോ ഇഞ്ച് വെച്ചും കൂടെ 2 സൈഡിലും ഓരോ പ്ലേറ്റും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം കേട്ടോ. 2 സൈഡിലും ഓരോ പ്ലേറ്റ് കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ സൈഡിലും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമ്മൾ 2 സൈഡിലും പ്ലേറ്റ് എടുത്തല്ലോ. അതുകൊണ്ട് ഇതുപോലെ ഓരോ പ്ലേറ്റും കൂടെ നമുക്കൊന്ന് ഇട്ടെടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 14 ഇഞ്ച് വരുന്നത് വേറെ കറക്റ്റ് കിട്ടണം, അതുവരെ നമുക്കൊന്ന് ഇട്ടെടുക്കാം പ്ലേറ്റ്. അപ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ മുകളിലത്തെ പടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പടിക്ക് 2 സൈഡ് നമുക്ക് ജോയിൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം 2 പീസല്ലേ. അപ്പോൾ ആദ്യമേ ഞാൻ ഒരു പീസ് ഇതുപോലെ ഒന്ന് നല്ല വശം ചേർത്ത് ജോയിൻ ചെയ്ത് ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കണ്ട ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെയാണ് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നമ്മുടെ ഒരു പാൻറ്റിൻ്റെ താഴത്തെ ഭാഗത്ത് പടി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഫ്രണ്ടിലല്ല ബാക്ക് സൈഡിലാണ് ഇട്ടിടുന്നത്, പാൻറ്റിൻ്റെ ബാക്ക് വശം. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫേസ് ടു ഫേസ് 2 സൈഡിലും പ്ലീറ്റ് ഫേസ് ടു ഫേസ് ഇരിക്കുന്നതാണ് ഫ്രണ്ട് വശം. അപ്പം അല്ലാത്ത സ്ഥലമാണ് കേട്ടോ ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ബാക്കിൽ എടുത്തിട്ടുണ്ട്. ബാക്ക് വശത്ത് നമ്മളെ സീറ്റിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ അടയാളം ഉണ്ടല്ലോ കണ്ടോ, സ്റ്റിച്ച് കാണാൻ പറ്റുന്ന അവിടെ തന്നെ നമ്മുടെ ഈ ഒരു പടിയുടെ 2 പീസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ആ സ്റ്റിച്ച് ചേർത്ത് വരണം കേട്ടോ. നല്ല വശം തന്നെ ചേർത്തിടണം. എന്നിട്ട് കറക്റ്റ് ഇതേ ആ 2 സ്റ്റിച്ചും ചേർത്ത് വെച്ചൊരു മുട്ടുപിന്ന് കുത്തിയിട്ട് നമുക്കിതേ 1/2 ഇഞ്ചിൽ നമുക്ക് ഫസ്റ്റിലെ ഒന്ന് ഫുള്ള് റൗണ്ട് അടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ 1/2 ഇഞ്ച് ആദ്യം സെൻറ്ററിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. സെൻറ്ററിൽ നിന്ന് ഒരു വശത്തോട്ട് പോകും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് വന്നിട്ട് ഞാൻ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ആ സീറ്റ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ കറക്റ്റ് അവിടെ വന്ന് നിൽക്കണം, അത് കഴിഞ്ഞ് പോകരുത് കേട്ടോ. കറക്റ്റ് ഇതേ ഇവിടെ വന്നാൽ മതി. ഞാൻ ജസ്റ്റ് അവിടെ ഒരു മുട്ടുപിന്ന് കുത്തിയിട്ട് ആ സീറ്റിൻ്റെ ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിൻ്റെ അവിടെ തന്നെ കറക്റ്റ് ഒരു മാർക്കിട്ട് എടുക്കുകയാണ് കേട്ടോ. ചോക്ക് വെച്ചിട്ട് കറക്റ്റ് ഒരു മാർക്കിട്ട് എടുക്കുകയാണ് കണ്ടോ. ഇനി നമുക്ക് മുട്ടുപിന്നൊന്ന് മാറ്റാം. അപ്പോൾ അത് ഇങ്ങനെ വരാം കേട്ടോ. കറക്റ്റ് ഇവിടെ മേരെ വന്ന് കെട്ടിട്ട് നിർത്തണം കണ്ടത്. എവിടെ മേരെ കൊണ്ട് നിർത്തുക നമുക്ക് കണ്ടോ. കറക്റ്റ് പിടിച്ച് വെച്ചോളൂ കേട്ടോ. അതിന് ഇപ്പുറം പോകാൻ പാടില്ല, നമുക്ക് അങ്ങനെ നിൽക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അതേണക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്ക് നമുക്ക് ഫ്രണ്ട് സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലോട്ടല്ലേ പോയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അടുത്തത് നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. കൊണ്ടുവന്ന് നമുക്ക് ഫ്രണ്ടിൽ ആ സീറ്റിൻ്റെ ലെങ്ത് അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് തുടങ്ങിയിട്ടുള്ളത് അവിടെ നിന്ന് തന്നെ നമുക്കത് വീണ്ടും ഒന്ന് കെട്ടിട്ടിട്ട് ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ ഒരു ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ കെട്ടിട്ട് വീണ്ടും 1/2 ഇഞ്ചിൽ ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊണ്ടുവരിക കണ്ടോ. അതായത് സീറ്റിൻ്റെ ഫ്രണ്ട് വശത്ത് നമ്മൾ സീറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കറക്റ്റ് ആ സ്റ്റിച്ചിൻ്റെ അവിടെ തന്നെ കൊണ്ടുവന്ന് നമ്മൾ ആദ്യം ചെയ്തതുപോലെ കൊണ്ട് നിർത്തുക കേട്ടോ. 1/2 ഇഞ്ചിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തുക. 1/2 ഇഞ്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കെട്ടിട്ട് നിർത്താം കേട്ടോ. എന്നിട്ട് നമുക്കിത് നൂത്തിട്ട് നോക്കാം എങ്ങനെ കിട്ടുന്നുള്ളത്. അപ്പം കണ്ടോ ബാക്കി മറ്റു പീസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് വീഴാൻ പാടില്ല, കറക്റ്റ് ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം കേട്ടോ. അപ്പോൾ ഇത് തിരിച്ചിടുമ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മൾ പടിയും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള നമ്മൾ ലുക്ക് ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കണ്ടോ ഞാൻ ഇത് തിരിച്ചിട്ടിട്ടുണ്ട് കണ്ടോ. പാൻറ്റ് ഇത് ഇങ്ങനെ തിരിച്ചിടുമ്പോഴത്തേക്ക് കണ്ടോ നമ്മളിപ്പോൾ പടി കൊണ്ട് നിർത്തിയത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രത്തോളം തയ്യൽ തുമ്പുണ്ട്. അപ്പോൾ 1 ഇഞ്ച് വേണ്ട, ഞാൻ കുറച്ച് കൂടുതലാണല്ലോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ 1 ഇഞ്ച് മതി നമുക്കിത്. അപ്പോൾ ഇത് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 സൈഡിൽ നമുക്കൊന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബാക്കി കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതൊന്ന് മടക്കി അടിക്കണം. അത് മടക്കി അടിക്കുന്നതിന് മുന്നേ തന്നെ ഇത് കറക്റ്റ് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അവിടെ നിന്ന് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അതിന് മുന്നേ നമുക്ക് മുകളിലൊരു 1.5 ഇഞ്ച് വിടണം. കാരണം നമുക്ക് വള്ളി വെക്കണമല്ലോ, വള്ളി വെക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് മടക്കി അടിക്കണം 1.5 ഇഞ്ച്. അപ്പോൾ അതുകൊണ്ട് 1.5 ഇഞ്ച് നിർത്തിയിട്ട് കണ്ടോ അവിടെ കുത്തി നിർത്തുക, കെട്ടിട്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് താഴോട്ട് വീണ്ടും ഒന്നുകൂടെ അടിച്ചുകൊണ്ട് പോവുക കേട്ടോ. അടിച്ച് പോവുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ കണ്ടോ. അപ്പോൾ നമുക്ക് നല്ല ഒരു ഫിനിഷിങ്ങിൽ കണ്ടോ, ഇതുപോലെ നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടും കണ്ടോ. അവിടെ ഇതുപോലെ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റിച്ചല്ലേ ഇവിടെ ഇട്ടിട്ട് നമ്മൾ പടി ജോയിൻ ചെയ്തപ്പോൾ ഒരു സ്റ്റിച്ചേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് ഇടുന്നതിന് പകരം മുകളിൽ കൂടുന്നത് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിട്ട് മുകളിലുണ്ടോ ഇട്ടപ്പോൾ ഈ ഒരു മറ്റേ നമ്മൾ പ്ലീറ്റ് വരുന്ന ഭാഗമല്ല, മറ്റു മുകളിലത്തെ ഭാഗമാണ് ഇത്തിരി പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ നമ്മുടെ തയ്യൽ തുമ്പ് വരണം. പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് വേണം കേട്ടോ തയ്യൽ തുമ്പ് വരാൻ. പതിച്ചടിക്കാൻ നോക്കുമ്പോൾ എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഫുള്ള് റൗണ്ട് ചെയ്ത് നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ അതുപോലെ തന്നെ കറക്റ്റ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗത്ത് നമുക്കൊന്ന് വള്ളി വെച്ച് കൊടുക്കണ്ടേ. വള്ളി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മറിച്ചടിക്കണം. അതിന് മുന്നേ തന്നെ നമ്മളിതേ
ഈ ഒരു ഭാഗം നമ്മൾ 1 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ കൂട്ടി ജോയിൻ ചെയ്തില്ല, അതൊന്നും നമ്മൾ ഇങ്ങനെയല്ല ഇരിക്കേണ്ട, അതൊന്ന് ഫിനിഷ് ചെയ്യുക ആദ്യം. ഇതുപോലെ കണ്ട 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി വെച്ച് നമുക്കിത് ഇതുപോലെ ഒന്ന് എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2 പീസും നമുക്ക് 1/2 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം, എന്നാലും ഒരു ലുക്ക് കിട്ടത്തുള്ളൂ, അല്ലാതെ നമ്മൾ ഇരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ 1/2 ഇഞ്ച് മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. 1 ഇഞ്ച് അല്ലായിരുന്നു, അപ്പോൾ 1/2 ഇഞ്ച് അകത്തോട്ട് മടക്കുമ്പോൾ 1/2 ഇഞ്ചായിരിക്കും പുറത്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അടിഭാഗത്ത് എത്തുമ്പോഴും നമ്മുടെ ആ ഒരു 2 പീസ് നമ്മൾ ജോയിൻ ചെയ്തല്ലോ, ആ തയ്യൽ തുമ്പിൻ്റെ മുകളിൽ കൂടി വേണം കേട്ടോ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല എളുപ്പമാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോൾ നമ്മളിത് ആ ഒരു തയ്യൽ തുമ്പ് കണ്ടോ ഇങ്ങനെ മേലോട്ടാക്കി വെച്ച് അതിൻ്റെ മുകളിൽ കൂടി തന്നെ നമുക്ക് സ്ക്വയറിൽ കണ്ടിങ്ങനെ തിരിച്ചിടാം. എന്നിട്ട് സ്ക്വയറിൽ തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതിന് മുന്നേ ഇപ്പുറത്തെ പീസ് ഉണ്ടല്ലോ, ഇപ്പുറത്തെ പീസും അതുപോലെ 1/2 ഇഞ്ച് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം കേട്ടോ. മടക്കിയെടുത്ത് ഇതുപോലെ മുകളിലോട്ട് വെച്ച് സ്ക്വയറാക്കി നമുക്ക് മുകൾ ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഒരുപാട് ഇപ്പം ട്രെൻഡായിട്ട് പോകുന്നത് സ്ട്രെയിറ്റ് പാൻറ്റും സിഗരറ്റ് പാൻറ്റും ഒക്കെ ആണെങ്കിലും ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ നോർമൽ പാൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില മോഡൽസിന് നോർമൽ പാൻറ്റ് തന്നെയാണ് ചേരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ ഒന്ന് 1/2 ഇഞ്ച് മടക്കി വെക്കാം കേട്ടോ. അപ്പം ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് 1/2 ഇഞ്ച് മടക്കി ഇങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ താഴത്തേക്ക് 1 ഇഞ്ച് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ അങ്ങനെയല്ല, ഒന്നിച്ച് തന്നെ ചെയ്യുന്ന, ആദ്യം 1/2 ഇഞ്ച് മടക്കി ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഞാനങ്ങ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ആദ്യം 1/2 ഇഞ്ച് മടക്കുക, എന്നിട്ട് ഇങ്ങനെ അടിയോട്ട് 1 ഇഞ്ച് മടക്കി വെക്കുക കേട്ടോ. അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം, അപ്പോൾ ഒരേ ലെവലിൽ തന്നെ കിട്ടും. അപ്പം ഇത് നമുക്ക് ഇതുപോലെ ഫുള്ള് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? അപ്പം ഞാൻ ഈ ഒരു വള്ളിയാണ് കേട്ടോ, ത്രെഡാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഇത് കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. അപ്പം ഞാൻ ഈ പാൻസിനും എല്ലാത്തിനും ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മേടിച്ച ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ കണ്ടോ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുണ്ട്, ഇഷ്ടമായോ എല്ലാവർക്കും? അതുപോലെ തന്നെ ഞാൻ 2ആക്കി മടക്കിയിട്ടാണ് കേട്ടോ ഫൈനൽ ലുക്ക് എടുത്തേക്കുന്നത്. പാൻറ്റിൻ്റെ ഫുള്ളായിട്ടല്ല നിവർത്തി ഇട്ടിട്ടില്ല, 2ആക്കിയാണ് മടക്കിയിട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ ബോട്ടം റൗണ്ടൊക്കെ കണ്ടോ നല്ല ഫിനിഷിംഗ് ലുക്കിലേക്ക് ഇട്ടിട്ടുണ്ട്, നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ട്രിക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടിപ്പോയെന്ന് എനിക്കറിയാം. ആദ്യമേ തന്നെ അളവും കാര്യങ്ങളും എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയത് എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ.